ഭരണ തുടർച്ച ഉണ്ടായിരിക്കുക തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. 2026 പക്ഷെ ഇനി എന്താവും എന്നുള്ളതാണ് ഏവർക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എന്താണ് ഇനി പിണറായി വിജയൻ സർക്കാർ തന്നെ വീണ്ടും വരുമോ, LDF സർക്കാർ വരുമോ, അതോ ഇനി VD സതീശന്റെ എന്തെങ്കിലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെയായിരിക്കും ആളുകൾക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇനി 2026 ആര് അധികാരത്തിൽ വരും, പിണറായി വിജയന് വീണ്ടും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് ഇല്ലയോ എന്നുള്ളത് തിരുവനന്തപുരത്തെ ജനങ്ങളോട് നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. 2026 ആര് അധികാരത്തിൽ വരാനാണ് സാധ്യത? പണ്ട് പോലെ ഞങ്ങൾ അമ്മൂമ്മേരെ കുടുംബം പണ്ട് ഞാൻ ഉണ്ടാവണതിന് മുമ്പ് അമ്മൂമ്മയൊക്കെ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് എനിക്ക് പിണറായിയാണ് ഇഷ്ടം. വോട്ട് ചെയ്യണത് അവിടെ തന്നെയാണ് LDF. അതെ അതെ അതെ. അതെ. അപ്പോൾ വീണ്ടും പിന്നെ നരേന്ദ്രമോദി ഇഷ്ടമുണ്ട്. ഇഷ്ടമാണ്. നരേന്ദ്രമോദി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അത് പാവങ്ങൾക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിന്റെ എന്തെന്ന് ചികിത്സാ സഹായം അവിടെ നിന്നാണ് അനുവദിക്കുന്നത്. അതുകൊണ്ട് അതും ഇഷ്ടമുണ്ട്. എന്ന് പറഞ്ഞ് കോൺഗ്രസ് നമുക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ പറയണം, ഞങ്ങൾ ജനങ്ങളുടെ രീതിയിൽ പറയണം. പാർട്ടിപരമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തർക്കവും കാര്യവും ഒക്കെ കാണും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് പിന്നെ അവരും എനിക്ക് ഇഷ്ടം. 2026 ആര് അധികാരത്തിൽ വരാൻ സാധ്യത? കോൺഗ്രസ് വരണം. ഈ കോൺഗ്രസ് വരാനുള്ള സാധ്യത എന്തെങ്കിലും? കേന്ദ്രത്തിലായാലും കേരളത്തിലെ കാര്യം വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. പ്രതിപക്ഷം ശക്തമല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തുടർ ഭരണം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിക്കുള്ള ഒരു സാധ്യത? പിണറായി വിജയൻ അല്ലെങ്കിൽ മരുമോൻ ആയിരിക്കും. ശരി. അല്ല, അമ്മയപ്പൻ മരുമോനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ. ചെറുപ്പമല്ലേ? അത് വേറുള്ള കാര്യങ്ങളൊക്കെ എന്റെ പുറകിലുണ്ടല്ലോ. ശരി. പിണറായി തന്നെ തുടരണം. സാധ്യതയും പുള്ളിക്ക് തന്നെയാണ്. ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരും പിണറായി സർക്കാർ തന്നെ വീണ്ടും വരണം, പിണറായി വിജയൻ തന്നെ വീണ്ടും വരണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് പറയുന്നത്.